മലബാറിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഈ അടക്കയുടെ കവുങ്ങിൻ്റെ പാളുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ കെട്ടാനുള്ള കയറുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത്. ഇതുകൊണ്ട് നമുക്ക് ഈ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുന്ന സാധനം ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോഴേക്കും തന്നെ അതിങ്ങനെ ദ്രവിച്ച് പോകാറുണ്ട്. ഇതും ഏകദേശം ഒരു 8 മാസം നിൽക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഇത് ഏറെ പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഇതിൻ്റെ വേറെ ഒരു സാധ്യത കൂടി ഞാൻ പറയാം. അതായത് നമുക്ക് ഇതുപോലെയുള്ളതൊക്കെ നന്നായി വൃത്തിക്ക് ഒരു ബണ്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ വിൽക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു മോശമല്ലാത്ത ഡിമാൻഡ് എപ്പോഴും കാണാറുണ്ട് ഇത്തരം സൈറ്റുകളിലൊക്കെ. ചെറിയ രീതിയിലൊക്കെ ഗാർഡൻ ചെയ്യുന്ന ആളുകൾക്കും ഗാർഡനിങ് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കെട്ടാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് കെട്ടാൻ ആവശ്യമുള്ളത് ഉണങ്ങിക്കഴിഞ്ഞാലും ആവശ്യമുള്ളത് എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ മതി. വെള്ളത്തിലൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാവുന്ന പരുവത്തിൽ അത് സോഫ്റ്റ് ആയിട്ട് വരും. നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറിയ ഒരു ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതെല്ലാം നമുക്കൊരു കത്തിനെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചീകി എടുത്തിട്ട് നമുക്ക് നാരുകളാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അതിൻ്റെ ആ ഒരു പടർന്ന് വരുന്ന കവുങ്ങിൻ്റെ അലഗ് എന്ന് പറയും, അതിൻ്റെ മേലേക്ക് വെച്ച് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിക്കും കുറേ കാലം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് കുറച്ച് ഇതാകുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ വേരൊക്കെ ഈ നമ്മൾ ഈ സപ്പോർട്ടിൽ വേരൊക്കെ പിടിച്ചിട്ട് പിന്നെ അത് സ്വയം അത് പിടിച്ചു നിന്നോളൂ. അപ്പോഴേക്കും നമ്മുടെ ഈ കയറ് ദ്രവിച്ച് പോവുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ പ്ലാസ്റ്റിക് കവറുകളും അതുപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറുകളും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഏകദേശം എനിക്ക് വേണ്ടത് ഒരു 84 എൻ്റെ ഒക്കെ ഒരു ഓർമ്മ വെച്ചിട്ടുള്ളൊരു 80 കാലഘട്ടങ്ങളിലൊക്കെ അന്നൊന്നും ഈ പ്ലാസ്റ്റിക് കവറുകൾ തന്നെ ഉണ്ടായിരുന്നില്ല നമുക്ക്. അതുപോലെ അത് കെട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് കവറുകൾ തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിലൊക്കെ. ആ സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ മീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്നത് വലിയ ഇലകളൊക്കെ ആയിരുന്നു. ഈ തേക്ക് പോലെയുള്ള മരങ്ങളിൽ, അല്ലെങ്കിൽ ഈ പൊടിയായിനി എന്നൊക്കെ നമ്മുടെ ഭാഗത്ത് പറയുന്ന അതിൻ്റെയൊക്കെ വലിയ ഇലകളിലാണ് ഓരോ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൊടുത്തിരുന്നത്. കെട്ടാനും ഉപയോഗിച്ചിരുന്ന കയറുകൾ ആ സമയത്ത് ഇതുപോലെയുള്ള കയറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ കെട്ടി കൊടുക്കുകയായിരുന്നു. പിന്നെയാണ് പെട്ടെന്ന് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, പെട്ടെന്ന് പ്ലാസ്റ്റിക് കവർ വന്നതും അതൊരു വലിയൊരു വിപ്ലവമായിട്ട് എല്ലാ സ്ഥലത്തും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട്. ഞാനൊരിക്കലും പ്ലാസ്റ്റിക്കിന് എതിരായിട്ടുള്ള ഒരാളല്ല കേട്ടോ. പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇല്ലാതെ നമുക്ക് ഇനി ഉള്ള ജീവിതമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. പക്ഷേ അതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മസേന വഴി നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് അതൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് മറ്റു പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ കവറുകളോ ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് തന്നെ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഇപ്പോൾ. പക്ഷേ നമുക്ക് ഇതുപോലെ സാധ്യമാവുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരം ആൾട്ടർനേറ്റീവായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ